തിരുവനന്തപുരത്തും വലിയ ആവേശക്കാഴ്ചയാണ് ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. വയനാട്ടിൽ സ്മൃതി ഇറാനിയുടെയും കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഉള്ള റോഡ് ഷോ പുരോഗമിക്കുന്നു. റോഡ് ഷോയാണ് വരണാധികാരിക്ക് മുന്നിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോ വയനാട്ടിൽ പുരോഗമിക്കുന്നത്. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോയും പുരോഗമിക്കുന്നുണ്ട്. അവിടെ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുടപ്പനക്കുന്നിലേക്ക് പേരൂർക്കടയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. അവിടെയും പ്രവർത്തകരുടെ ജനങ്ങളുടെ വലിയ പങ്കാളിത്തം റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം ടി.പി. ശ്രീനിവാസൻ, മുൻ അംബാസിഡർ ടി.പി. ശ്രീനിവാസൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ ടി.പി. ശ്രീനിവാസന്റെ സാന്നിധ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ്. വലിയ ജനപങ്കാളിത്തം, വലിയ ജനക്കൂട്ടം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേതാക്കളുടെയൊക്കെ സാന്നിധ്യം കാണാം. റോഡ് ഷോ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ജയം സുനിശ്ചിതമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. നിരവധി മലയാളികൾ പ്രവാസികളായുണ്ട്. ഇവർക്ക് അതത് രാജ്യങ്ങളിൽ സ്വീകാര്യത കിട്ടിയത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്നും എസ് ജയശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സർ, ഫോർ in unprecedented terms, the Prime Minister evolving as a global leader is becoming a talk of the election. So people believe that you are the man behind it. So how do you think this Prime Minister's posture as a global leader will affect these elections? See, look from perspective of Kerala, because of Modi ji, today in the Gulf, we have so much respect. You know, so many people today are benefiting. That you can see UAE, Saudi Arabia, Qatar, all of them have a different attitude towards India. So we work as a team. We want the team to be stronger. We want this man to be in the team. About the Kachidip issue that has been recently raised, can we think that after BJP coming to power again, we will solve the issue? The main issue is that DMK, they were saying they are champions of fishermen. Actually, they had given their agreement inside the room to everything. So, the issue right now is people should know the truth. That is the main issue. Why fishermen today are having problems? That is something which people should know. What was the role of DMK? That is the issue. And the other question is like about the
talk to you later. With this noise, So, difficult. okay, at what time can we meet, sir? We'll see. And sir, one question on. So one question on India's role in United Nations. United Nations. We are big role. Ambassador Srinivasan is there. Ask him. So how do you see his prospects of winning? His prospect very good, very strong. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ നോമിനേഷൻ നൽകാനായി പോകുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ് ഡോക്ടർ എസ് ജയശങ്കർ ഈ പ്രചരണ ജാഥയിൽ ഉള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എന്ന് ഡോക്ടർ എസ് ജയശങ്കർ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞു വിജയപ്രതീക്ഷയിലാണെന്നും അദ്ദേഹം ജയിക്കുമെന്നും ഈ പുതിയ മോദി മന്ത്രിസഭയിൽ അദ്ദേഹം കൂടി ഉണ്ടാകുമെന്നും ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് മനു ഭരതിനൊപ്പം ചേർന്നത് ഇപ്പോൾ